വിനീത് ശ്രീനിവാസനെ നായകനാക്കി എം മോഹനൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കഥ പറയുമ്പോൾ മാണിക്കക്കല്ല് 916 എന്ന നല്ല കുറേ പടങ്ങളെടുത്ത ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഒരു ജാതി ജാതകം ഇന്നലെ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫുൾ കളർഫുൾ മൂഡിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം. അത് രസമാണ്, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനാണ് നായകൻ. വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഒരു എനർജി ഈ പടത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ടാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ അദ്ദേഹം ചെയ്തു വെച്ചത്. ആ പടം മൊത്തം അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിൽ ഏറെക്കുറെ ആ പടത്തിൽ ഫുള്ളും നമ്മളുടെ വിനീത് ശ്രീനിവാസനുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ അഭിനയം നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല കോമഡി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ പടം നടക്കുന്നത് നോർത്ത് മലബാർ, വടക്ക് മലബാർ ഏരിയയിലാണ്. അവിടുത്തെ കണ്ണൂർ ഏരിയയിലുള്ള ഒരു നായർ യുവാവ് എന്ന് പറയുമ്പോൾ 37 വയസ്സായി അദ്ദേഹത്തിന്. ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. അപ്പോൾ കല്യാണം നടക്കാത്തതുകൊണ്ടുള്ള പ്രത്യേകിച്ച് ജാതക പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കല്യാണം നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു വഴിക്ക്, പിന്നെ പെണ്ണ് സൗന്ദര്യം പോരാത്തതുകൊണ്ട് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് അവസാനം പ്രായം കൂടി വന്നതിന് ശേഷമുള്ള ഇനി ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന വിനീത് ശ്രീനിവാസൻ്റെ മൈൻഡ് സെറ്റ്. വേറൊരു വശത്ത് വീട്ടിൽ നിന്നുള്ള പ്രഷർ, വീട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാർ വരെ ഈ അടുത്ത തലമുറയിലെ ആൾക്കാർ വരെ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ തൻ്റെ കല്യാണം നടക്കില്ല, താൻ മൂത്തും മുരടിച്ച് പോകുമല്ലോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടുണ്ടാവുന്ന ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളും വേറൊരു വശത്ത്. അങ്ങനെ ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് നമ്മളുടെ വിനീത് ശ്രീനിവാസൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹത്തിന് സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, പല കോമഡികൾ, അത് റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മളെ കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയുള്ളത്. 2 മണിക്കൂറുള്ള പടം നല്ലോണം കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ട് അധികം വലിച്ച് വാരി മെഴുകാതെ ലെങ്തി ഷോർട്സുകളൊന്നും ഇല്ലാത്ത രീതിയിൽ സിറ്റുവേഷൻ കോമഡികളാണെങ്കിലും ശരി, പിന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർ എം മോഹനന് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിലെ ഒരു ചേഞ്ച് വരുന്നത് ഏത് ടൈമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖില മീനമ്മിലിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു കൈനോട്ടം ഒക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഈ പിന്നെ നമ്മളെ വിനീത് ശ്രീനിവാസൻ്റെ കൈ നോക്കിയിട്ട് പറയാണ്, ഇനി നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഇനി കുറച്ച് ഒരു യുദ്ധങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ നിങ്ങളെ പേരിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അതിനെ പേടിച്ച് ജീവിക്കുകയാണ് നമ്മളുടെ വിനീത് ശ്രീനിവാസൻ. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ കല്യാണം നടക്കുമോ, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് നല്ല രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളാണ് ഈ പടത്തിൻ്റെ ബേസിക് ഇതിവൃത്തം. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കണ്ട് എൻജോയ് ചെയ്ത് ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന രീതിയിലുള്ള പടം തന്നെയാണ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞത്.